നമ്മുടെ 10ാം ക്ലാസ് സാമൂഹ്യ ശാസ്ത്രം പാഠപുസ്തകത്തിലെ ചാപ്റ്റർ 4, 5, 6 ആസ്പദമാക്കിയുള്ള 100 PSC ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആദ്യ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? കോൺവാലീസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലീസ് പ്രഭു. നീലം കർഷക കലാപം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1859 നീലം കർഷക കലാപം ആരംഭിച്ച വർഷമാണ് 1859. നീലം കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണ്? ബംഗാളാണ്. 1859 നീലം കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമാണ് ബംഗാൾ. അടുത്ത ചോദ്യം, മാപ്പിള കലാപം എന്നറിയപ്പെടുന്ന കലാപം ഏതാണ്? മലബാർ കലാപമാണ്. മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത് മലബാർ കലാപമാണ്. മലബാർ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1921 മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് ആരാണ്? കനോലിയാണ്. മലബാർ കലാപകാലത്ത് കലാപകാരികൾ കൊലപ്പെടുത്തിയ മലബാറിലെ മജിസ്ട്രേറ്റ് അഥവാ മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആരാണ്? കനോലിയാണ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ്. മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. അടുത്ത ചോദ്യം, സാന്താൾ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1855 സാന്താൾ കലാപം നടന്ന വർഷം 1855. നമ്മുടെ സാന്താൾ ഗോത്ര ജനത ജീവിച്ചിരുന്ന പ്രദേശം ഏതാണ്? രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലാണ്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ. സാന്താൾ കലാപം നടന്ന വർഷം 1855. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? സിദ്ധുവും കാനുവുമാണ്. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാനുവുമാണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപം ഏതാണ്? കുറിച്യ കലാപമാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. കുറിച്യ കലാപം നടന്ന വർഷം എപ്പോഴാണ്? 1812 കുറിച്യ കലാപം നടന്ന വർഷം 1812. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമൻ നമ്പിയാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമൻ നമ്പി. അടുത്ത ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എപ്പോഴാണ്? 1857 മെയ് 10 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ്? മീററ്റാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലമാണ് മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ്. കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തിയാണ്
ബഹദൂർ ഷാ രണ്ടാമൻ. അടുത്ത ചോദ്യം, 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി അഥവാ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. നമ്മുടെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുക്കാനിടയായ സംഭവം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായാണ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തത്. അടുത്ത ചോദ്യം, 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് 1857 കലാപത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 കലാപത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയതാരാണ്? മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് 1857 കലാപത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എപ്പോഴാണ്? 1885 ഡിസംബറിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷമാണ് 1885. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണമാണ് 72. അടുത്ത ചോദ്യം, ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാബായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി. ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ദാദാബായ് നവറോജിയുടെ പുസ്തകം ഏതാണ്? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകമാണ്. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാബായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയ വർഷം എപ്പോഴാണ്? 1905 ബംഗാൾ വിഭജനം നടത്തിയ വർഷം 1905 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? കഴ്സൺ പ്രഭുവാണ്. 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. അടുത്ത ചോദ്യം, നമുക്കറിയാം ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉദയം കൊണ്ട പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം. സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, വിദേശ വസ്തുക്കൾ
ബഹിഷ്കരിക്കുക എന്നിവ ലക്ഷ്യമിട്ട പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഏതൊക്കെയാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര, ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാൾ, സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട്. ഏതൊക്കെയാണ്? മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവ ആരംഭിച്ചത് സ്വദേശി സമരകാലത്താണ്. അടുത്ത ചോദ്യം, തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി.ഒ. ചിദംബരം പിള്ളയാണ്. 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? വി.ഒ. ചിദംബരം പിള്ളയാണ്. 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് വി.ഒ. ചിദംബരം പിള്ളയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് കപ്പലോട്ടിയ തമിഴൻ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി.ഒ. ചിദംബരം പിള്ളയാണ്. തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി 1906 തൂത്തുക്കുടി ആസ്ഥാനമാക്കി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വ്യക്തി കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ആരാണ്? വി.ഒ. ചിദംബരം പിള്ളയാണ്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. ലാൽ, ബാൽ, പാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോളാണ്. ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോളാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകനാണ് വില്യം ജോൺസ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജോനാഥൻ ഡങ്കൻ ആണ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ ആണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യം, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ആരുടെ വാക്കുകളാണ് ഇവ? മെക്കാളെ പ്രഭുവിന്റെ വാക്കുകളാണ് അല്ലെ. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് മെക്കാളെ പ്രഭുവാണ്. 1864
അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 1864 അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ്, ബ്രഹ്മസമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരം ആരാണ്? രാജാറാം മോഹൻ റായ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവും രാജാറാം മോഹൻ റായ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവും രാജാറാം മോഹൻ റായ് ആണ്. അടുത്ത ചോദ്യം, ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. ആരുടെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്? ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ പരിശ്രമ ഫലമായാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ഓർത്തുവെക്കണം, 1856 ആണ്. അടുത്ത ചോദ്യം, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. ശാരദാ സദൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. എന്തിനു വേണ്ടിയാണ് ശാരദാ സദൻ സ്ഥാപിച്ചത്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ആരാണ്? വീരേശലിംഗമാണ്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗമാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. അടുത്ത ചോദ്യം, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിബ ഫുലെയാണ്. സത്യശോധക് സമാജം സ്ഥാപിച്ചത് ജ്യോതിബ ഫുലെയാണ്. അടുത്ത ചോദ്യം, രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദിയാണ്. രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. രാജാറാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ ആണ്. രാജാറാം മോഹൻ റായ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു ആണ്. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആണ്. പ്രാദേശിക ഭാഷ പത്ര നിയമം നടപ്പിലാക്കിയ വർഷം
1878. അടുത്ത ചോദ്യം, കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലകാണ്. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് ദാദാഭായ് നവറോജി. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ഷോം പ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അടുത്ത ചോദ്യം, ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് മഹാത്മാഗാന്ധിയാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അൽ ഹിലാൽ എന്ന പത്രം ആരംഭിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അടുത്ത ചോദ്യം, ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഫർദുർജി മർസ്ബാനാണ്. ബോംബെ സമാചാർ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് ഫർദുർജി മർസ്ബാൻ. 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്നാണ്. ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, MG റാനഡെ എന്നിവർ ചേർന്നാണ് 1884 ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം എപ്പോഴാണ്? 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916. ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രബീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം, 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? വാർധ വിദ്യാഭ്യാസ പദ്ധതിയാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വീരേശലിംഗമാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വീരേശലിംഗമാണ്. അടുത്ത ചോദ്യം, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ഏതാണ്? ആനന്ദമഠമാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവലാണ് ആനന്ദമഠം. ആനന്ദമഠം എന്ന നോവൽ രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠം എന്ന നോവലിന്റെ പ്രമേയം സന്യാസി കലാപമാണ്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ഏതാണ്? ആനന്ദമഠമാണ്. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവലാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം.
നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ദീനബന്ധു മിത്രയാണ്. നീൽ ദർപ്പൺ എന്ന നാടകത്തിന്റെ രചയിതാവ് ദീനബന്ധു മിത്രയാണ്. ഈ ചോദ്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച കവി ആരാണ്? മുഹമ്മദ് ഇക്ബാലാണ്. സാരേ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് ആരാണ്? രബീന്ദ്രനാഥ ടാഗോർ ആണ്. ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് രബീന്ദ്രനാഥ ടാഗോർ ആണ്. ഗീതാഞ്ജലി എന്ന കൃതി രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളിയാണ്. ബംഗാളി ഭാഷയിൽ രബീന്ദ്രനാഥ ടാഗോർ രചിച്ച കൃതിയാണ് ഗീതാഞ്ജലി. അടുത്ത ചോദ്യം, സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് ആരാണ്? പ്രേംചന്ദാണ്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദാണ്. പ്രേംചന്ദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കൃതികളാണ് ഇവ. ഏതൊക്കെയാണ്? സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ പ്രേംചന്ദിന്റേതാണ്. അടുത്ത ചോദ്യം, നിബന്ധമാല എന്ന കൃതി രചിച്ചത് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. നിബന്ധമാല എന്ന കൃതി രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. നിബന്ധമാല എന്ന കൃതി രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? മറാത്തിയാണ്. നിബന്ധമാല എന്ന കൃതി രചിക്കപ്പെട്ട ഭാഷയാണ് മറാത്തി. അടുത്ത ചോദ്യം, എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ ആരുടെ കൃതിയാണ്? ആരുടെ കൃതിയാണ്? വള്ളത്തോൾ നാരായണമേനോന്റെ കൃതിയാണ്. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ വള്ളത്തോളിന്റെ പ്രധാന കൃതികളാണ്. ഹയാത്തി സാദി, ഹയാത്ത് ഇ ജവീദ് എന്നീ ഉറുദു കൃതികൾ രചിച്ചത് ആരാണ്? അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. ഹയാത്തി സാദി, ഹയാത്തി ജവീദ് എന്നീ ഉറുദു കൃതികൾ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അറിയാത്ത ചോദ്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകനാണ് അബനീന്ദ്രനാഥ ടാഗോർ. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? നന്ദലാൽ ബോസാണ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നീ ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസാണ്. 1938 ഹരിപുരയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ചിത്രം ഏതാണ്? ഗ്രാമീണ ചെണ്ടക്കാരനാണ്. 1938 ഹരിപുരയിൽ വെച്ച് നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതോടൊപ്പം കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി പരിഗണിക്കുകയും ചെയ്ത ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അടുത്ത ചോദ്യം, വരിക വരിക സഹചരെ എന്ന ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? അംശി നാരായണ പിള്ളയാണ്. വരിക വരിക സഹചരെ എന്ന ഗാനത്തിന്റെ രചയിതാവാണ് അംശി നാരായണ പിള്ള. പാഞ്ചാലി ശബദം,
കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നീ തമിഴ് കൃതികൾ രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽ പാട്ട് എന്നിവ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഗോര എന്ന കൃതി രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗോര എന്ന കൃതി രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഗോര എന്ന കൃതി രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. അടുത്ത ചോദ്യം, ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? മേഡം ബിക്കാജി കാമയാണ്. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മേഡം ബിക്കാജി കാമയാണ്. മേഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയ വർഷം എപ്പോഴാണ്? 1907 മേഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയ വർഷമാണ് 1907. മേഡം ബിക്കാജി കാമ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയ സ്ഥലം ഏതാണ്? ജർമ്മനിയിലെ സ്റ്റട്ട്ഗർട്ടാണ്. അടുത്ത ചോദ്യം, ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്ന വർഷം എപ്പോഴാണ്? 1917 ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം നടന്ന വർഷമാണ് 1917. അഹമ്മദാബാദിലെ തുണി മിൽ സമരം നടന്ന വർഷം എപ്പോഴാണ്? 1918. അഹമ്മദാബാദിലെ തുണി മിൽ സമരം നടന്ന വർഷം 1918. 1918 അഹമ്മദാബാദ് തുണി മിൽ സമരത്തിന്റെ പ്രധാന കാരണം എന്താണ്? പ്ലേഗ് ബോണസ് ആണ്. 1918 അഹമ്മദാബാദ് തുണി മിൽ സമരത്തിന്റെ പ്രധാന കാരണമാണ് പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം, ഗേദയിലെ കർഷക സമരം നടന്ന വർഷം എപ്പോഴാണ്? 1918 ഗേദയിലെ കർഷക സമരം നടന്ന വർഷം 1918. അടുത്ത ചോദ്യം, ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? റിച്ചാർഡ് ആറ്റൻബ്രോ ആണ്. ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകനാണ് റിച്ചാർഡ് ആറ്റൻബറോ. അടുത്ത ചോദ്യം, റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷം എപ്പോഴാണ്? 1919 റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ വർഷമാണ് 1919. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ്? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമാണ് 1919 ഏപ്രിൽ 13. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏതാണ്? അമൃത്സർ ആണ്, പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലമാണ് പഞ്ചാബിലെ അമൃത്സർ. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്കു നേരെ വെടിവയ്ക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ആരാണ്? ജനറൽ ഡയർ ആണ്. ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾക്കു നേരെ വെടിവയ്ക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയാണ് ജനറൽ ഡയർ. അടുത്ത ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ
ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതാണ്? നിസ്സഹകരണ സമരമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച മറ്റൊരു പ്രസ്ഥാനം ഏതാണ്? ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവയ്ക്കാൻ കാരണമായ അല്ലെങ്കിൽ പിൻവലിക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം എപ്പോഴാണ്? 1922 ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 1929 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1929 നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം, അതുപോലെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം, ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനവും ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. 1929 നടന്ന ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം പാഠപുസ്തകത്തിലെ 4, 5 പാഠഭാഗങ്ങൾ മുഴുവനായും 6ാമത്തെ ചാപ്റ്റർ ഭാഗികമായും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനിയുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കുക.